ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളക് ലൈറ്റിലെ നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരെണ്ണമാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് വ്യൂസൊക്കെ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും അതിന് വേണ്ടി പോയില്ല. 180 ആ റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ വീഡിയോസൊക്കെ എത്രയൊക്കെയാണ് പോകുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊന്ന് മുന്നോട്ട് പോവുകയുള്ളൂ. കാണുന്നവരൊക്കെ ഒന്ന് ഈ വീഡിയോ കാണുന്നവരൊന്ന് ആ വീഡിയോ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മളെപ്പോലുള്ള കുഞ്ഞു ചാനലുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോയിൽ ഇന്ന് ആ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപ്പുമുളക് ലൈറ്റിൽ അവരുടെ എക്സ്പ്ലനേഷനും, അതായത് ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ വീഡിയോയും പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അമ്മയ്ക്കും അച്ഛനും പറയാനുള്ള അവരുടെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ കുഞ്ഞിന് ഹസ്ബൻഡിനും പറയാനുള്ളത് അവരുടേതും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ്, 2 വീഡിയോസ് അവരുടെ രണ്ടുപേരുടെയും ചാനലുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അമ്മയുടെ അച്ഛൻ്റെയും വീഡിയോസിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ നല്ലോണം അതോടെ ഞാൻ 4 പ്രസവിച്ചത്. എന്റെ മക്കളെ നോക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ 4 പ്രസവിച്ചത്. എനിക്കുള്ള പരാതി, അതായത് മക്കളുടെ ഭാഗം നിൽക്കാണ്ട് അമ്മ എന്താ പറഞ്ഞെങ്കിൽ അത് കേൾക്കാം. സത്യസന്ധമായ കാര്യം ഈ വീട്ടിൽ അമ്മയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളൂ. അത് നടക്കുമ്പോ ഞാനത് ചിന്തിക്കാറില്ല. ഞാൻ 26 വർഷമായിട്ട് എന്താ എന്റെ ഭാര്യ എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിന് തെറ്റില്ലാത്ത കാര്യത്തിൽ തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് രൂക്ഷമാവും. അതുകൊണ്ടാണ് നമ്മളത് കുറെ കണ്ടില്ല കേട്ടില്ല അത് വെച്ച് നടക്കുന്നത്. മനസ്സിലാക്കണം. അല്ലാണ്ട് ഞാനൊരു ഉണ്ടാക്കാനായിട്ടല്ല. അങ്ങനെ തന്നെ പറയാം. എനിക്ക് നിങ്ങളീ പറയണ മാതിരി എനിക്ക് അതിന്റെ ഇരട്ടി പറയാനും അറിയാം. എല്ലാ കഥകളും പ്രവർത്തിക്കാനും അറിയാം. മനസ്സിലായ ഇതൊക്കെ നമ്മള് വേണ്ട. അത് മക്കളും ഭാര്യയ്ക്കായിട്ടൊരു കടമ്പ കേൾക്കുന്നുണ്ട്. നീ അമ്മയായിട്ടില്ലല്ലോ. നീ ഒരു കുട്ടികളെ പുറത്തൊക്കെ കറങ്ങി വന്ന് ഫുഡ് അടിച്ച് ഏപ്പൊക്കെ ഇട്ടിട്ട് മേശപ്പുറത്ത് ഇരുന്നിട്ട് വീട്ടിലൊക്കെ ആർക്ക് വേണേ പറ്റും. പക്ഷെ ഒരു ഭർത്താവ് ഒരു കുടുംബം ഒരു കുട്ടിയായിട്ട് നമ്മളെ കുറച്ച് കഷ്ടപ്പാടുന്നു മോളെ. വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുക. എന്താ വെച്ചാൽ അതിനൊക്കെ ഒരു പണിയുണ്ട്. ഇതിപ്പോ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ചെയ്തോ. പക്ഷെ ഞാൻ പറയണതിൽ കാര്യം വേണം. കണക്ക് പറഞ്ഞു അച്ഛനമ്മ കണക്ക് പറയേണ്ട പൊന്നൂര് കിട്ടണമെങ്കിൽ ഇവരുടെ പ്രശ്നം മരിക്കുള്ളൂ. ഡോക്ടർ സുനിൽ കുമാർ മരിക്കുള്ളൂ. അമ്പലത്തിൽ ഡോക്ടർ ആര്യെന്നെ വിളിച്ചു. മോനെ വന്ന് കാണണമെങ്കിൽ കണ്ടു. മോള് അതാരവസ്ഥ മൂത്രം പോയില്ല, വയറ്റിന്ന് പോയില്ല, നീരൊക്കെ വന്ന് ആകെ മുട്ടി ആ അവസ്ഥയിലേക്ക് പോയി. അത് കഴിഞ്ഞു അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഞാൻ കഷ്ടകാരങ്ങളൊക്കെ തീർന്നു. അത്രയും വലിയൊരു അപ്പൊ ഈ വീടിന് തറക്കി തറമാതിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട് വിറ്റ കാശാണ് ഞങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യം. പിന്നെ ഞങ്ങൾ നേരത്തെ കുറച്ച് ഗോൾഡ്, ഇതാണ് ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ സമ്പാദ്യം. സമ്പാദ്യം നമുക്ക് വെക്കാൻ സമയമില്ല. ആശുപത്രി കേസ്, എന്റെ വീട്ടിലെ ചെലവ് നോക്കണം. അല്ലാണ്ട് അമ്മയ്ക്കുള്ള അസുഖങ്ങളൊക്കെ കഷ്ടകാരാണ്. കഴിഞ്ഞ് ദൈവം നമുക്ക് തരുന്നത് എല്ലാവരും പറഞ്ഞു വലിയൊരു കടപ്പ് കഴിഞ്ഞ് വിഷമിക്കണ്ട. പിന്നെ കുഞ്ഞ് ഞങ്ങളുടെ പേര് മറ്റേർക്ക് അങ്ങനെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് അസുഖം വരുന്നുള്ള ടൈം ഫെബ്രുവരിയിൽ എനിക്ക് തോന്നുന്നു ഒരു 9-ാം തീയതി ഒരു പനി പിടിച്ചു. ആ ഒരു പനി ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കയറാത്ത ഹോസ്പിറ്റലിലൂടെയില്ല. അങ്ങനെ അവസാനം ആർസിസിന്ന് വന്നു. കണ്ടല്ലോ ആ വീഡിയോ. അപ്പം ഇതിൽ പറയുന്നതിനകത്ത് ഒരു അമ്മയുടെ വിഷമം സത്യം പറഞ്ഞാൽ നല്ലതുപോലെ അറിയാൻ പറ്റും കേട്ടോ. അവർ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരെ എല്ലാം വിമർശിക്കുന്നുണ്ട്. അതായത് 2 ചാനലുകളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഞാനത് പറയുന്നില്ല. 2 ചാനൽ, ഒരു പ്രമുഖ ചാനൽ, അതുപോലെ തന്നെ വേറൊരു ചാനലിലൊരു കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഞാനത് ഇപ്പോൾ ഉച്ചയ്ക്ക് ആ ഒരു വീഡിയോ കണ്ട ശേഷം ആ കുട്ടി, ഇവർ പറഞ്ഞ ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആ വ്യക്തി തന്നെ അതിൻ്റെ പുതിയൊരു റിപ്ലൈ ആയിട്ട് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ഇഷ്യൂസ് ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു ഇന്നലെ ഒരു ഡയലോഗായിട്ട് പറയുന്നുണ്ട്, അമ്മയെ കൊന്നാൽ 2 വശമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ്, അതായത് ഏതൊരു വിഷയം എടുത്താലും അതിനെതിരെ റിയാക്ഷൻ ചെയ്യുക. അതും ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റെന്നുള്ളൊരു അവരുടെ അഭിപ്രായങ്ങൾ പറയുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഹേർട്ട് ടച്ച് ആയി കേട്ടോ. കാര്യം ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു.
22:54 ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അവർ പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ നല്ലപോലെ കണ്ണ് നിറഞ്ഞു. കാര്യം ഈ എക്സ്പ്ലനേഷൻ വീഡിയോ പോലും പലരും വന്ന് വിമർശിക്കുന്നുണ്ട് കേട്ടോ. അവർ ദാരിദ്ര്യം പറയുന്നു, കണക്ക് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു അച്ഛനും അമ്മയും തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്നത് കണക്ക് പറയുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുമല്ല. കാര്യം ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 പെൺമക്കളുണ്ട്. അപ്പം നാളെ ഒരു അവസ്ഥയിൽ ഇവരും ഇങ്ങനെ കാണിക്കുമ്പോൾ, അതായത് ഒരു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന അച്ഛനമ്മമാർക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മക്കൾക്ക് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ലൈഫുണ്ട്. സത്യം അവരുടെ ഫാമിലിയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനെതിരെ ട്രോളുമെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. നാളെ പുതിയ വീഡിയോസ് പുറത്തു വരും എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാനീ പറയുന്നത്. കാര്യം ഇപ്പം ഓരോ മക്കളെയും വളർത്തി, ഞാൻ പറഞ്ഞു എനിക്ക് 2 പെൺമക്കളാണ്. ഇപ്പം ഇവരെ വളർത്തിക്കൊണ്ട് വരണം, അവർക്ക് ജോലി കിട്ടണം, അവരെ വിവാഹം നടത്തണം, ഇങ്ങനെ നടത്തണം, അങ്ങനെ നടത്തണം എന്നൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം 4ാം ക്ലാസ്സിലായുള്ളൂ എൻ്റെ മൂത്ത മോള്, ഇളയ മോൾക്ക് 4 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഉള്ള കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴേ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒരു അബദ്ധം വരുത്താതെ ഇങ്ങനെ വളർത്തി ഇവരെ കൊണ്ടുവന്ന് അരലേപ്പിക്കും ആ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഓരോ അച്ഛനും അമ്മമാരും. ഇപ്പം നിങ്ങളും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുള്ളത്. എൻ്റെ മോള് അവരുടെ ഇഷ്ടമില്ലാതെ എന്നാൽ കല്യാണം ഉറപ്പിച്ച പയ്യനോടൊപ്പം തന്നെയാണ് ആ കുട്ടി പോയത്. എന്നിരുന്നാൽ തന്നെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ വിഷമങ്ങളാണ് ഈ പുറത്ത് പറയുന്നത്. ഇപ്പം അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അവരങ്ങനെ പറയുന്നത് അറിയാൻ വയ്യ. കാര്യം അവരവരുടെ ദുഃഖമാണ്. അവർ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന കാര്യവും RCCയിലെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ശരി തെറ്റുന്നത്. പക്ഷേ ഇത് കുടുംബകാര്യമാണ്, ഇതിൽ ശരിയും തെറ്റും കാണും. കാരണം ഇവരുടെ ഭാഗത്ത് ശരിയാണ്, ആ കുട്ടിയുടെ ഭാഗത്ത് ശരിയാണ്, ഇവരുടെ ഭാഗത്ത് തെറ്റിയാണ്, കുട്ടിയുടെ ഭാഗത്തും തെറ്റിയാണ്. ഒരു കുടുംബമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞ മാതൃകാ കുടുംബം എന്നല്ല, ഏത് കുടുംബത്തായാലും പൊട്ടലും ചീറ്റലും വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അച്ഛനും അമ്മമാരും തമ്മിലായാലും, മക്കളും അച്ഛനും അമ്മമാരും തമ്മിലായാലും, സഹോദരങ്ങൾക്കിടയിലായാലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. മനുഷ്യ സഹജമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം. അന്ന് തുടങ്ങി അടുത്ത അതിന്റെ ഇടയിൽ എനിക്ക് കഴിഞ്ഞു, കൈയിന് ഓപ്പറേഷൻ കഴിഞ്ഞു, ഈ കൈക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതിന്റെ ഇടയില് രണ്ടാമത്തെ ആൾ ജനിക്കുന്നേക്കാളും മുന്നേ ഈ കൈ ഓടിച്ചിട്ട് ഇതിന് വലിയ ഓപ്പറേഷൻ ഈ തെറ്റ് വന്നത് കണ്ടു. പിന്നെ ഈ ഒരു ഓപ്പറേഷൻ അങ്ങനെ അപ്പോഴേക്കും ആ സമയത്തേക്ക് 3 ഓപ്പറേഷൻ എനിക്ക് എന്റെ ശരീരത്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞു അവിടെ ഞങ്ങളുടെ ലൈഫ് 2 വർഷത്തോളം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു RCCയുടെ ഉള്ളിൽ. അത് പോയവർക്ക് അവസ്ഥയുള്ളൂ. RCCയില് ആദ്യമായിട്ട് പോകുമ്പോ നമുക്കറിയില്ല, നമ്മളെ പേര് വിളിക്കുമ്പോ, അതായത് ഞങ്ങളിവിടെ നമ്മലേക്ക് നമ്മളെത്തി. അച്ഛൻ ഗൾഫിൽ നിന്നാണ് വന്നത്. അപ്പൊ പാസ്പോർട്ടും ടിക്കറ്റ് വന്ന വെച്ചാൽ നമ്മള് രാവിലെ തന്നെ ഡോക്ടറാണ് വിളിക്കുന്നത് വെച്ചിട്ട് നമ്മൾ RCCയിൽ ആദ്യം റൂമിൽ കയറുക. പക്ഷെ അവിടെ ഡോക്ടറല്ല വിളിക്കുന്നത്, നമ്മുടെ കാറ്റഗറി നിശ്ചയിക്കുന്നവരാണ്. നമുക്കത് ആദ്യം അറിയില്ലായിരുന്നു. അവര് ചോദ്യം ഉത്തരവൊന്നും ഉണ്ടായില്ല. അച്ഛന്റെ പോക്കറ്റിൽ കയറുമ്പോഴത്തേക്ക് ഗൾഫുകാരനാണ് ഫുൾ കാറ്റഗറി ആദ്യത്തെ തന്നെ അടിച്ചു കിട്ടും. ഫുൾ കാശ് കൊടുത്തിട്ടാണ് ചികിത്സിക്കാൻ. RCC എല്ലാവരും ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ. ഫ്രീ ചികിത്സയല്ല, ഫ്രീ ചികിത്സ ഓരോ കാറ്റഗറിയിൽ. അത് നമുക്ക് അവർ കാർഡ് അടിച്ചു തന്നെയാണ്. ആ കാർഡ് നമ്മുടെ ഉണ്ട്, ആ കാർഡ് ഞാൻ കാണിച്ചത്. അപ്പൊ ആ കാർഡ് അടിച്ചപ്പോ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ അവിടെ അപേക്ഷ വെച്ചാൽ മതി. അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് മീറ്റിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴ്ന്ന കാറ്റഗറിക്ക് എത്തും, കാശ് ചെലവില്ലാണ്. അത് നമ്മളൊരു ബന്ധുവ സമയത്ത് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞു നമ്മളെക്കാൾ കാശും കാര്യമുള്ള ഒരു ബന്ധുവിനെയാണ്, പക്ഷെ അവർ ഫ്രീ ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എന്റെ ഭർത്താവ് ഒന്നേ പറഞ്ഞോളൂ, നമ്മുടെ ഉള്ള ലാസ്റ്റ് സ്വത്ത് വരെ നമ്മൾ വിൽക്കും. അത് കഴിഞ്ഞാലല്ലേ അവിടെ ഒറ്റയ്ക്ക് നമ്മൾ മരണത്തിലേക്ക് തള്ളി വിടില്ല. മരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് മരിക്കും. സത്യം പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഞങ്ങള് തിരുവനന്തപുരത്ത് RCCയില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ബോൺമാരെ കൊടുത്തപ്പോ ഞങ്ങള് അവിടെ ജനതാന്നുള്ള ഹോട്ടലിലുള്ള ഞങ്ങൾ റൂമിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നു. കുറച്ച് ദിവസം, ഒരു 2 ആഴ്ചത്തോളം റിസൾട്ട് കിട്ടിയപ്പോ അറിഞ്ഞു ഇതാണ് അസുഖം അറിഞ്ഞപ്പോ അന്ന് പൊന്നി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അന്ന് ഞാനും ഞങ്ങൾ അവസാനിക്കണ്ടായിരുന്നു. അന്ന് ആത്മഹത്യ അത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ മൂത്തോളില്ല. അവിടെ ഇവിടെ നാട്ടിലായിരുന്നു, എന്റെ അമ്മയുടെ കൂടെയായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പോയി ആൾക്കാരുണ്ട് അല്ലേ അന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാണ്ട് അവിടെ നിന്ന് പൊരുത്തി ജീവിച്ച് ജോലിക്ക് പോകാൻ പറ്റും. അവിടെ ഒറ്റയ്ക്ക് ജോലിക്ക് പറ്റും. 6 മാസം കൂടുമ്പോ പോയിട്ട് വിസ ഒതുക്കിയിട്ട് വരും.
അപ്പടിയുള്ള സ്വർണ്ണം വിറ്റിട്ടും വീട് വിറ്റ കാശ് ഒരാളെ 10 രൂപ കറി മേടിച്ചിട്ടില്ല. ഒരാളെ നിങ്ങൾ കേട്ടല്ലോ. ഇത് ഞാൻ ഈ ചാനൽ നേരത്തെ പറഞ്ഞു, ഈ ചാനൽ എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇന്നലത്തെ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് എന്നിട്ട് ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും കണ്ടതല്ല. അവരുടെ ഈ 2-3 ഈ പറയുന്ന 2-3 വീഡിയോസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ അവരുടെ സബ്സ്ക്രൈബറോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇന്നലത്തെ ഇവരുടെ ഈ വീഡിയോ കണ്ടത്, ഇന്നലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമമുണ്ടായി. ഞാൻ അവരുടെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ ഒന്ന് സെർച്ച് ചെയ്തു. ഇപ്പം അവർ പറയുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുന്നേറി വന്നവരാണ് അത് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തവർ ചോദിക്കുന്നുണ്ട്, കയ്യിൽ കാശൊന്നും ഇല്ലാതെയാണോ നിങ്ങൾ സമ്പാദ്യം എന്നൊക്കെ ചെയ്യും. ഒരു സാധാരണ കുടുംബങ്ങൾക്ക് അങ്ങനെ സമ്പാദ്യം നീക്കിയിരിപ്പൊന്നും കാണാൻ ചാൻസ് വളരെ കുറവാണ്. അതും എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം എന്നൊരു സാധനം കാണത്തില്ല. കാര്യം അന്നന്നത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള അവസരം മാത്രമേ കാണുള്ളൂ. ഒരു അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണോ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്? അല്ല, സാധാരണക്കാരുടെ അവസ്ഥയിലല്ല. നമ്മൾ അവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് മറിച്ചങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഒരുപാട് വിഷമം വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ അനുകൂലിച്ചാണോ പറയുന്നത് പ്രതികൂലിച്ചാണോ പറയുന്നതല്ല, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കാണും. ഞാൻ പറഞ്ഞല്ലോ, കാര്യം അവരെ മോളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പയ്യനോടൊപ്പം തന്നെ ആ പെൺകുട്ടി ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണാതിരിക്കില്ല. അത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു അമ്മയുടെ അച്ഛൻ്റെയും ദുഃഖമാണ് അവർ പറയുന്നത്. ഒരു കണക്ക് പറച്ചിലായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഈ പറയുന്ന 10 മാസം നൊന്ത് പറ്റിയ കഥ അത് പറയാത്ത ഒരു അമ്മയുണ്ടോ? എല്ലാ അമ്മയും അത് കണക്കാണോ പറയുന്നത്? അവരുടെ ഒരു അവസ്ഥ അവർ പറയുന്നതാണ്. സ്നേഹക്കുറവ് തോന്നുമ്പോൾ അല്ലെങ്കിൽ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയതെന്ന് പറയുന്നത് അവരുടെ സ്നേഹമാണ് അവിടെ പ്രകടമാകുന്നത്. അല്ലാതെ അവിടെ ഒരു കണക്ക് പറയുകയല്ല കേവലം. അത് പെൺകുട്ടികൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളെ വളർത്തി, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ജനിച്ച് നിങ്ങൾ വളർന്ന് നിങ്ങൾ ഏത് സ്കൂളിൽ കൊണ്ടാക്കണം പഠിക്കണം, നിങ്ങൾ ഏത് വിഷയം പഠിക്കണം, നിങ്ങൾ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അച്ഛനമ്മമാർ നിങ്ങൾക്കെല്ലാം നല്ലത് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഒരു പയ്യനെ തരുന്ന സമയത്തും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും അവർ തരുന്നത്. ആ ബെസ്റ്റ് ആയിരിക്കും അവർ. അപ്പം അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ശരിയോ വേണമെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളാം. ഓക്കെ, ഇതിൽ ഈ കുട്ടിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട്. അതായത് കുഞ്ഞൻ പറയുന്നത് എന്താണ്, കുഞ്ഞനൊന്നും പറയുന്നില്ല, വിട്ടു പറയുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. ആ പയ്യനും കുഞ്ഞിനും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. കാര്യം അവരാരെയും കുറ്റവും പറയുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വരും. ഒരു 3 മാസം കൂടെ കഴിഞ്ഞ മാരേജ് ആയിരുന്നു, മെയ് മാസമായിരുന്നു മാരേജ്. മെയ് മാസം 3-ാം തീയതിയിലാണ് മാരേജ്. അപ്പോൾ 3 മാസം കൂടെ കഴിഞ്ഞതെങ്കിൽ മാരേജ് നടന്നതിന്. പക്ഷെ 3 മാസം വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഞങ്ങളുടെ മാരേജ് നടക്കില്ല എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. നമുക്ക് ആ കുട്ടി പറയുന്നത് കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ്. ഞാൻ പെണ്ണ് കാണണമെന്നാണ് ആദ്യമായിട്ട് കണ്ടത്. പെണ്ണാളിൽ എനിക്ക് 6 മാസമാണ്. ഈ 18-ാം തീയതിക്ക് പെണ്ണാളിൽ കഴിഞ്ഞിട്ട് 3 മാസം എൻഗേജ്മെന്റ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് എന്നിട്ട് ഈ സംഭവം എന്തുണ്ടായെന്നാണ് ആൾക്കാർ ചോദിക്കണം. എൻഗേജ്മെന്റ് ചെയ്തിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. ഞങ്ങള് അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ, സേവ് ദ ഡേറ്റ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും. ഞങ്ങള് ഭയങ്കര ഇതിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു. അത്രയും പറ്റാണ്ടായി. എല്ലാവരും പറയേണ്ട അടുത്ത മാസത്തേക്കാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നതെന്ന്. അല്ല, മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളത് പറയാനാണ് മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും നാൾ വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ പോയാൽ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിന് ഏട്ടന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ശരിയെന്ന് അറിയാം. ഏട്ടന്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ അമ്മയും അച്ഛനും അനിയനെല്ലാം സപ്പോർട്ട്. അവര് മാത്രമല്ല, സപ്പോർട്ടാണ്. ഫ്രണ്ട്സും നല്ല സപ്പോർട്ട് ചെയ്തായിരുന്നു. ഫ്രണ്ട്സാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും നേരം വരെ ഞങ്ങൾക്ക് ഈ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ, ഒരു പകുതി സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അത് അവർക്ക്. ഓക്കെ, അപ്പോൾ നന്ദനയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. നന്ദനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ നന്ദന ഒന്നും പുറത്ത് ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നന്ദനയുടെ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പുറത്ത് പറയുന്നില്ല, ഞങ്ങൾ ഈ ചാനലിൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. നന്ദന ഇപ്പോൾ അതായത് കുഞ്ഞൻ ആ പയ്യൻ്റെ വീട്ടിൽ തന്നെയാണ്. അവരുടെ വീട്ടുകാർ സപ്പോർട്ടാണ്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അതായത് നന്ദനയുടെ വീട്ടുകാർ വെച്ചൊക്കെ എല്ലാവരും സപ്പോർട്ടാണെന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. അതുപോലെ തന്നെ പുറത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല.
ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ ഞാൻ പുറത്ത് പറയുമെന്ന് ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം തൽക്കാലം ഞങ്ങളുടെ കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പബ്ലിക്കാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രൈവറ്റായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പുറത്ത് പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവർ വളരെ ആഡംബരമായിട്ട് വിവാഹം നടത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം അല്ല ഞങ്ങൾ കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴത്തെ എൻഗേജ്മെൻറ്റ് വളരെയധികം ആർഭാടമായിട്ടാണ് ഈ അച്ഛനും അമ്മയും നടത്തിയത്. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച്, അതായത് ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥ അതിനനുസരിച്ച് കാണില്ലായിരിക്കും, അതനുസരിച്ച് ഈ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് നടത്താൻ ഇവർക്ക് പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ചെറിയ ഇഷ്യൂസ് അവിടെ നടന്നു കാണുമായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട നന്ദന അവരുടെ വീഡിയോസിലൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അത് ചർച്ചയായി, പിന്നെ അത് വഴക്കായി. നമ്മുടെ ആളുകളുണ്ടല്ലോ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഊതിപ്പെരുപ്പിച്ച് കൊണ്ടുവരാനായിട്ട്, ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് വലുതായിട്ടായിരിക്കണം ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി എൻ്റെ ഒരു സജഷൻ, എന്തായാലും നിങ്ങൾ മാരേജ് കഴിഞ്ഞു, നിങ്ങൾ എന്തായാലും കല്യാണം ഉറപ്പിച്ചവരാണ്, ഇനി ഇത് പബ്ലിക്കാക്കി ഈ പ്രശ്നങ്ങൾ വലിയ ഇഷ്യൂ ആക്കി മാറാതെ അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കുക. അതായത് ഒരു കുടുംബ പ്രശ്നമാണ്, അത് കുടുംബത്തെ തന്നെ ഒതുക്കി തീർക്കുക. ഇപ്പോൾ ഈ പുറത്ത് വരുന്ന കിംവദന്തികൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ചാനൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. പക്ഷെ അമ്മയുടെ അച്ഛൻ്റെയും ഒരു വോയിസ് ക്ലിപ്പിംഗ് നമ്മുടെ ആ വീഡിയോസ് കണ്ടിട്ട് ശേഷം എനിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. അവരെ ഉള്ളിൽ നിന്നാണ് അവർ കരഞ്ഞ് പറയുന്നത്, അവർ കരയുവാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇതൊക്കെ ട്രോളുമെന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു അമ്മയാവുമ്പോൾ, അമ്മയായപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു അമ്മയുടെയൊക്കെ ഒരു മനസ്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അതൊക്കെ ഒരു നാടകമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, എന്തായാലും അവർ ഓരോ ആളുകളെയും എടുത്ത് പേര് പറഞ്ഞ് അവർ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ എൻഗേജ്മെൻറ്റ് എല്ലാം പ്രമോഷൻ ആകുന്ന ഫുഡിന് മാത്രമേ പൈസ ആയുള്ളൂ എന്നൊക്കെയുള്ള തെറ്റായ ധാരണ, അതൊക്കെ തെറ്റായ ധാരണയാണെന്ന് അവരടച്ച പേയ്മെൻറ്റുകളുടെ എല്ലാം റെസിപ്റ്റൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിനുള്ള മണ്ഡപം ബുക്ക് ചെയ്തതും അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് സംഭവം. കുഞ്ഞൻ ഉദ്ദേശിച്ച അത്രയും ആർഭാടമായി നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ലെന്നോ, അല്ലെങ്കിൽ വസ്തു വിറ്റ് കാശ് കിട്ടിയാൽ മാത്രമേ അതുപോലെ നടക്കത്തുള്ളൂ എന്ന ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഇത്രയും വലിയൊരു ഇഷ്യൂലേക്ക് മാറിയെന്നാണ് എൻ്റെ ഒരു തോന്നലല്ല, മിക്കവാറും തന്നെ ആയിരിക്കും ശരി. കാര്യം കുഞ്ഞ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടേതായ ഭയങ്കര ആഗ്രഹങ്ങൾ കാണും, ഇന്ന രീതി നടത്തണം, ഓരോ ആഗ്രഹങ്ങളും കാണും. അപ്പോൾ അത് നടത്തി കൊടുക്കാനായിട്ട് ഈ അച്ഛനമ്മയുടെ കയ്യിൽ ഇപ്പോൾ സാമ്പത്തികം ഇല്ല. അതിൻ്റെ പേരിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. ആ ഇഷ്യൂസ് സോഷ്യൽ മീഡിയ എത്തിയപ്പോഴത്തേക്കും അത് വലിയ ഇഷ്യൂസ് ആയിട്ട് മാറിയതാണ്. അവസാനം അത് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇറങ്ങിപ്പോയി മാരേജ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരു ഇടനിലയായിട്ട് നിന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും മക്കളുടെ ഇടയിലുള്ള പ്രശ്നം സോൾവ് ആക്കി മുന്നോട്ട് പോവുക. കുടുംബ പ്രശ്നങ്ങൾ ഇനിയും പ്രൈവറ്റായിട്ട് പബ്ലിക്കായിട്ട് വന്ന് ഇതാക്കാതെ പ്രൈവറ്റാക്കി വെച്ച് തന്നെ സൂക്ഷിക്കുക. അച്ഛൻ അമ്മ മക്കൾ എന്നൊക്കെ പറയുന്ന ബന്ധം പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ച് കളയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വലിയ ബന്ധങ്ങൾ നശിപ്പിക്കാതിരിക്കുക. അപ്പം എനിക്ക് ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത് പ്ലീസ്. നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.